ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ അക്കാഡമിയുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ കുറച്ച് പുതിയ ക്ലാസ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 3 ഇവിടെ ക്ലോസ് ചെയ്യുന്നതാണ്. അതിൻ്റെ MP3 കഴിഞ്ഞ് ഒരു ഡിവൈഡ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ശേഷം ക്ലാസ് 4 ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് പ്രത്യേകം വീഡിയോ ചേർത്തിട്ടുണ്ട്. പാരഗ്രാഫ് റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ്, അത്തരം കാര്യങ്ങൾ. അതുപോലെ 2 സെൻറ്റൻസുകൾ കമ്പൈൻ ചെയ്യുക, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ഗ്രാമർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് താഴെ ഇംഗ്ലീഷ് ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസുകൾ കുറച്ച് ചെയ്തിരുന്നു. അതിലേറെ ഇപ്പോൾ പുതിയ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ന്യൂ മോഡലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം എന്നുള്ള കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തൊട്ട് താഴെ ഇംഗ്ലീഷ് അത് 2 പാർട്ടായിട്ടാണ്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട് താഴെ. തൊട്ട് താഴെ 2022 ഒക്ടോബർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ 2 വീഡിയോയിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള 2022 ഒക്ടോബർ ക്വസ്റ്റ്യനും അതുപോലെ 2022 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2022 ഒക്ടോബർ ബാച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണുന്നുണ്ട്. അതിലും ഏരിയാസുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ 2022 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഓക്കെ, അത് 3 വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നിർബന്ധമായിട്ടും എക്സാമിന് നമ്മളെ ചാപ്റ്റർ വൈസ് അല്ലാത്ത പാഠത്തിൽ നിന്ന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ചല്ല കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് എത്ര മാർക്കിനാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ ഫസ്റ്റായിട്ട് എല്ലാ ക്ലാസ് റൂമും ഓപ്പൺ ആക്കുമ്പോൾ അവിടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ഇൻഡെക്സിൻ്റെ തൊട്ട് താഴെയാണത് കാണുന്നത്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും എത്ര മാർക്ക് വീതമാണ് വരുന്നത്, ഗ്രാമർ എത്ര മാർക്കിനാണ്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ എത്ര മാർക്ക് വീതമാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ടോട്ടൽ മാർക്ക് ഡിവൈഡിങ് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ പുതുതായി വന്നിട്ടുള്ള അപ്ഡേഷൻസ്. ഈ ഒരു മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാമൊക്കെ ഏകദേശം അടുത്തായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ആൻസേഴ്സും നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയുന്ന രീതിയിൽ നല്ല വണ്ണമായിട്ട് കൂടുതൽ നിങ്ങളെ എക്സാമിന് ആൻസേഴ്സ് എഴുതി പിടിപ്പിക്കുക. അറിയുന്ന രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ, വേർഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സെൻറ്റൻസുകളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസേഴ്സ് പേപ്പർ നിറക്കുക, കഴിയുന്നത്ര നിറക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് അറിയുന്ന, ഏറ്റവും ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റായിട്ട് തന്നെ എഴുതുക. നല്ല വൃത്തിയിൽ, നല്ല രീതിയിൽ തന്നെ വായിക്കാൻ കിട്ടുന്ന രൂപത്തിൽ തന്നെ എക്സാം എഴുതി നല്ല രീതിയിൽ തന്നെ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.